സർജിക്കലിനകത്ത് റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനകത്തുണ്ട് റിസ്ക്. സർജിക്കൽ ഡിയാൻസി ചെയ്യുന്നത് ഐഡിയലി നമ്മൾ അനസ്തീഷ്യ കൊടുത്തിട്ടാണ് ചെയ്യണേ. കാര്യം വാക്യൂം ഇതൊക്കെ ആണെങ്കിലും വേദന ഇല്ലാതെ ചെയ്യുന്നത് അനസ്തീഷ്യ കൊടുത്താൽ. പണ്ടൊക്കെ ഇപ്പോഴും പല സ്ഥലത്തും അനസ്തീഷ്യ കൊടുക്കാതെ ചെയ്യും. അത് പെയിൻഫുള്ളാണ്. അതൊരിക്കലും ചെയ്യരുത്. അതൊരു ട്രോമയായിരിക്കും പേഷ്യൻസിന്. അത്രയും വേദനിപ്പിക്കരുത്. അപ്പോൾ അനസ്തീഷ്യയിൽ ചെയ്യണം, സേഫായിട്ട് ചെയ്യാം. അപ്പോൾ അനസ്തീഷ്യയുടെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. പിന്നെ സർജിക്കലിനും കോംപ്ലിക്കേഷൻസ് ഉണ്ട്. സർജറി ചെയ്യുന്ന സമയത്തും ചിലപ്പോൾ കംപ്ലീറ്റ് ആവണമെന്നില്ല. പക്ഷെ മെഡിക്കലിനേക്കാളും കംപ്ലീറ്റ് ആവാനുള്ള സാധ്യത കൂടുതൽ നമ്മൾ സർജിക്കൽ ചെയ്യുമ്പോഴാണ്. പിന്നെ സർജിക്കൽ ചെയ്യുമ്പോൾ യൂട്രസിന് ചിലപ്പോൾ ഇഞ്ചുറി ഉണ്ടാവാം, പെർഫറേഷൻ എന്ന് പറയും, അതിൻ്റെ സാധ്യതയുണ്ട്. പക്ഷെ സർജിക്കലിൽ ജനറലി മെഡിക്കലിനേക്കാളും കുറവാണ് പ്രോബ്ലംസ് നമ്മൾ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് റിമൂവ് ചെയ്തു, ഒരു 10 മിനിറ്റ് എടുക്കുന്ന റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കോംപ്ലിക്കേഷൻസ് കുറവാണ്. മെഡിക്കലിൽ ചിലപ്പോൾ കംപ്ലീറ്റ് പോയി എന്ന് വരില്ല. അപ്പോൾ ഇതിനകത്ത് ആൻറ്റിബയോട്ടിക് കൊടുത്ത് സർജിക്കൽ ചെയ്യാനാണെങ്കിൽ കോംപ്ലിക്കേഷൻസ് ജനറലി കംപ്ലീറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ മിക്ക ഡോക്ടേഴ്സും ഈ സർജിക്കൽ ചെയ്യുമ്പോൾ സ്കാൻ ഗൈഡഡ് ആയിട്ട് ചെയ്യും, അല്ലെങ്കിൽ ചെയ്ത് കഴിയുമ്പോൾ സ്കാൻ ചെയ്തത് കംപ്ലീറ്റ് പോയോ എന്ന് നോക്കും തിയേറ്ററിൽ തന്നെ. അതൊരു സേഫ്റ്റി മെഷറാണ്. അപ്പോൾ ആ ഒറ്റ ദിവസത്തോടുകൂടി അവരുടെ പ്രോബ്ലം അതിൽ നിന്ന് മാറുന്നുണ്ട്.